ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദിയ ജോൺസൺ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു മാർത്തമ സഭാംഗമാണ്. 2022 സെപ്റ്റംബർ 28 തീയതിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയുടെ പേര് സിനിമോൾ. +2 95% മാർക്ക് ഉണ്ടായിട്ടും എനിക്ക് BSc നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ ശരിയാക്കി തരണേന്ന്. അങ്ങനെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ, പ്രൈവറ്റ് അസോസിയേഷനിൽ അവിടെയൊക്കെ ഞങ്ങൾ അപ്ലൈ ചെയ്തെങ്കിലും അഡ്മിഷനൊന്നും ശരിയായില്ല. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കൃപാസന മാതാവിനെ പറ്റി കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ കൃപാസനത്തിലൊരു പത്രമോ ഞങ്ങൾക്കൊന്ന് കിട്ടണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓണത്തിൻ്റെ ഒരു ക്യാമ്പിന് ഞാൻ അങ്ങനെ എടുക്കുന്ന ഡയറി അല്ല, ക്യാമ്പിന് മാത്രം കൊണ്ടുവന്നൊരു ഡയറിയാണ്. ആ ഡയറി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ 2019 കൃപാസനം പത്രം ഡയറിക്കകത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ആ ഡയറിക്കകത്ത് ആ പത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ കണ്ടപ്പം ഒരുപാട് സന്തോഷമായി. പിന്നെ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തു. അന്ന് പ്രദക്ഷിണ പ്രാർത്ഥനയും ബൈബിൾ വായനയും മാതാവിനോട് ഒരുപാട് വിശ്വസിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉപവാസം, പ്രാർത്ഥന, വേദപുസ്തക വായന എല്ലാം ചെയ്തു. അങ്ങനെ LBSൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയമായപ്പോൾ മാതാവിനോട് ഞങ്ങൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. മാതാവേ ഏകദേശം 2000 സീറ്റ് ഉള്ളതാണ്, ഇതിൽ ഒരു സീറ്റ് മാതാവ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കണേ മാതാവേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ തൈലം നേർച്ച ദിവസമായ തൈലം പേപ്പറിൽ കുരിശടയാളം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ചോദിച്ചു, ഇതുവരെ അഡ്മിഷനൊന്നും ശരിയായില്ലേ മോളെ? പറഞ്ഞു ഇല്ല. പുറത്തൊന്നും നോക്കാൻ എന്തായിരുന്നു, ഇത്രയും മാർക്കുണ്ടായിട്ട് എന്താ അഡ്മിഷൻ ശരിയാവത്തേന്ന് പറഞ്ഞു. അപ്പം നല്ല വിഷമമായി. അപ്പം അമ്മ പറഞ്ഞു, നമ്മളിവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്, മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വരാൻ നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് NH റോഡ് കാണാം. ആ സമയത്ത് അവിടെ ഒരു വണ്ടി പോലും പോയിട്ടില്ലായിരുന്നു. ആ സമയത്ത് കൊല്ലം ബെൻസിയർ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് കോളേജിലെ വണ്ടി. അമ്മ പറഞ്ഞ്, മാതാവ് നമുക്ക് തന്ന അടയാളമാണത്, നീ കണ്ടു, നീ ഒരിക്കലും വിഷമിക്കേണ്ട, മാതാവ് നമുക്ക് ഒരു അഡ്മിഷൻ തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്നത് വരെ ആ വണ്ടി അവിടുന്ന് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് LBSൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എനിക്ക് പത്തനംതിട്ട മൗണ്ട് സിയോണിൽ ആദ്യം അഡ്മിഷൻ വന്നു. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പം എൻ്റെ അടുത്ത് വന്നപ്പം വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇനി എന്നെ പരീക്ഷിക്കരുത്, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ നവംബർ 13 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നവംബർ 15 ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരികയും എനിക്ക് സെൻറ്റ് ജോസഫ്സ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിലുള്ള കൊല്ലം ജില്ലയിൽ തന്നുള്ള ഹോസ്പിറ്റലിൽ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഈ നേഴ്സിങ്ങിന് അഡ്മിഷൻ കൊടുക്കണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏത് കോളേജിനെ പറ്റിയാണോ അന്വേഷിച്ചത് ആ കോളേജിൽ തന്നെ മാതാവ് എനിക്ക് അഡ്മിഷൻ ലഭിച്ചു തന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതെല്ലാം എങ്ങനെ പഠിച്ചെടുക്കും. അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറയുമായിരുന്നു. അമ്മ പറഞ്ഞു, മാതാവാണ് നിന്നെ അവിടെ കൊണ്ട് നിർത്തിയത്, നിന്നെ മാതാവാണ് അവിടെ അയച്ചേക്കുന്നത്, അപ്പം നിനക്ക് മാതാവെല്ലാം നോക്കോളൂ എന്ന്. അങ്ങനെ അവിടെ ചെന്നിട്ട് ജപമാല, കൊന്ത, അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ അങ്ങനെ എല്ലാം സഹായിച്ചു. എക്സാമിൻ്റെ സമയമായപ്പം എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. മാതാവേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ എല്ലാം ഇത് എങ്ങനെ തീർക്കും, ഫെയിലാവും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ അവിടെ ആണെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പം കീപാഡ് ഫോണോ ഉപയോഗിക്കുന്നത്. അപ്പം അമ്മ കേട്ട സാക്ഷ്യങ്ങളൊക്കെ എന്നോട് പറയും, ഇങ്ങനെ മാതാവിനെ മുറുകെ പിടിച്ചാൽ മതി. അങ്ങനെ എക്സാമിൻ്റെ സമയമായി. എക്സാമിന് ഞങ്ങൾ ഹോളിൽ കയറിയപ്പോൾ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, മാതാവ് ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതായിരിക്കണേന്ന്. എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും ഞങ്ങൾക്ക് അറിയാവുന്നില്ല. ഞങ്ങൾക്ക് ആശ്രമം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണേന്ന്. ആ സമയത്ത് കോളേജിലൊരു സ്റ്റാഫ് ക്വസ്റ്റ്യൻ മാറ്റി ആണോ അല്ലയോ എന്ന് പറയാൻ വന്നപ്പോൾ ഞങ്ങളെ എക്സാം ഇൻചാർജുള്ള മാം പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു, ക്വസ്റ്റ്യൻ മാറ്റിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കേട്ടത് ക്വസ്റ്റ്യൻ മാറ്റിയെന്നാണ്. അപ്പോൾ എനിക്കൊരു വലിയൊരു ആശ്വാസമായി. മാതാവേ ക്വസ്റ്റ്യൻ മാറ്റിയാലും എനിക്കിത് എന്തായാലും മാറ്റി. ഈ അനാട്ടമിയാണ്
എനിക്ക് നല്ല രീതി വൃത്തിയായിട്ട് എഴുതാനും പറ്റും. അങ്ങനെ ഒരുപാട് സന്തോഷിച്ചു. പിന്നെ ഫിസിയോളജി എഴുതി തുടങ്ങിയപ്പം 10 മിനിറ്റായിട്ടും ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാറ്റുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് മാതാവിൻ്റെ ചെവി അടച്ച് കളഞ്ഞതാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ മനസ്സ് ഒരുപാട് വിഷമിച്ച് എനിക്ക് ആ എക്സാം ഒന്നും എഴുതത്തില്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. രണ്ടാമതായിട്ട് എനിക്ക് ഇന്നലെയാണ് എൻ്റെ സെക്കൻഡ് എക്സാം കഴിഞ്ഞത്. അപ്പോൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നല്ല തലവേദന വന്ന് എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്താ ഇത്, ഞാൻ എനിക്ക് മാത്രം എന്താ ഇത്, എക്സാം ആണല്ലോ, ഞാനിത് എന്തോ ചെയ്യും. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് നേർച്ച വെഞ്ചരിച്ച് എണ്ണ മുക്കിൽ കുരിശടയാളം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. മാതാവേ എനിക്കറിയില്ല, എക്സാമാണ്, ടഫായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി മാതാവിനോട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം ആ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ പഠിക്കാത്ത ഒരു പോർഷനിൽ പോലും ക്വസ്റ്റ്യൻ ഇല്ല. ഞാൻ എല്ലാം പഠിച്ച ക്വസ്റ്റ്യൻ എല്ലാം ഉത്തരവും എനിക്കറിയാം. മാതാവിനോട് ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞു. രണ്ടാമതായിട്ട് എൻ്റെ പപ്പ ഐസ് പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത്. പപ്പയ്ക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. അങ്ങനെ പപ്പ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പപ്പയ്ക്ക് നല്ല ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. പപ്പ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഷോൾഡറിൽ വിശ്വാസ പ്രമാണം ചൊല്ലി എണ്ണ തേച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പപ്പയ്ക്ക് നല്ല സൗഖ്യം ലഭിച്ചു. പിന്നെ എൻ്റെ ചേച്ചി കേടെക് എക്സാം 2 തവണ എഴുതിയായിരുന്നു. പക്ഷേ ഫെയിലായിപ്പോയി. 3-ാം തവണ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചി നല്ല മാർക്കോടെ കേട്ടൊക്കെ പാസ്സാവുകയും അച്ചാച്ചൻ എറണാകുളത്തെ ക്യാമ്പ് സെലക്ഷനിൽ നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ അനിയൻ പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് വരെ അവൻ നല്ല മിടുക്കനായിട്ട് പഠിച്ചു വന്നതായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവൻ നല്ല രീതിയിൽ മോശമായി. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് ഒരുപാട് അവന് മാറ്റം കൊടുത്തു. പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെക്കാത്ത ഒന്നായിരുന്നു അമ്മയുടെ കയ്യിലെ ടെന്നീസ് എൽബോ. അത് മാതാവ് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഇനി ഒരു മരുന്നുകളും എടുക്കത്തില്ല മാതാവേ, മാതാവ് തന്നെ ഇത് മാറ്റിത്തരണം. അങ്ങ് പ്രാർത്ഥിച്ച അമ്മയ്ക്കത് നല്ല പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ ചെയ്ത കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ പുതുക്കാൻ വരുന്ന സമയത്ത് ഒരു ബണ്ടിൽ പത്രം ഞാനും അമ്മയും കൂടെ വാങ്ങിച്ചിട്ട് അതെനിക്ക് ഹോസ്റ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാനവിടെ കുട്ടികൾക്കെല്ലാം കൊടുക്കും. അങ്ങനെ അവരെന്നോട് വന്ന് ചോദിക്കും, എൻ്റെ റൂംമേറ്റൊക്കെ ചോദിക്കും എന്താ ഈ പ്രാർത്ഥിക്കുന്നത്. അപ്പം അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും എന്താ ഈ കൃപാസന മാതാവിനെ പറ്റി. അപ്പം ഇങ്ങോട്ട് വന്ന് അവർ കൃപാസന മാതാവിൻ്റെ പ്രെയർ എഴുതിയെടുത്തുകൊണ്ട് പോവും. അവർ പറയും ഞങ്ങൾക്കും പത്രം കൊണ്ടുതരണേ. ഇങ്ങോട്ടൊന്ന് ചോദിക്കും പത്രം കിട്ടിയില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അവരുടെ പേരൻസ് വരുമ്പം എവിടാണ് കൃപാസനം, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഹൈ റിസ്ക് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അവർക്ക് വേണ്ട ട്രീറ്റും അവർക്ക് വേണ്ട കെയറും അവരുടെ അടുത്ത് മാതാവിനെ പറ്റി പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്ന് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും വൃദ്ധസദനത്തിലുമൊക്കെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സാമ്പത്തിക മോശം ഒക്കെയുള്ള കുട്ടികൾക്ക് അവർക്ക് പഠന കാര്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി.